ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ബ്രഷ് സെറ്റിന്റെ റിവ്യൂ ആണ്. ഞാനിങ്ങനെ ഒരു സൈറ്റിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയും നല്ല ചീപ്പസ്റ്റും ആയിട്ടുള്ള ഒരു ബ്രഷ് സെറ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ ഒരുപാട് പേര് നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഫോട്ടോസ് കണ്ടപ്പോഴൊക്കെ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. മീൻസ് ഇപ്പോൾ ഒരു ബിഗിനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പോൾ എനിക്കിത് കിട്ടിയതേ ഉള്ളൂ. ഞാൻ അപ്പം തന്നെ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് എങ്ങനെ ഇരിക്കുവാണെന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ എല്ലാ ടെസ്റ്റിങ്, റിവ്യൂ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാനിപ്പം മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാം. അപ്പം ഞാൻ എല്ലാ മേക്കപ്പ് സംഭവങ്ങളും ഈ ഒരു ബ്രഷ് സെറ്റ് വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേരെന്ന് പറയുന്നത് ഹുഡ ക്രഷ് ഫിക്സ് പ്ലസ് പ്ലസ് കിറ്റ് എന്നാണ് പറയുന്നത്. ഞാനിതിന്റെ വീഡിയോസ്, റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു അടിപൊളിയായിട്ടുള്ള പാക്കേജിംഗ് ആയിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് ഇങ്ങനൊരു പാക്കേജിംഗ് ആണ്. ഇത് കുറച്ചൊക്കെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ, മീൻസ് എന്തിൻ്റെങ്കിലൊക്കെ പുറത്ത് വെച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും വരുന്നൊരു ഡാമേജാണ്. അപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് ഇതിന്റെ ബ്രഷസ് വരുന്നത്. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഓപ്പൺ ആയിരുന്നു. എനിക്ക് വന്നപ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഓപ്പൺ ആയിട്ടായിരുന്നു ഇരുന്നത്. പക്ഷെ ബ്രഷസ് ഒന്നും മിസ്സിംഗ് അല്ല. 13 ബ്രഷസ് ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം എന്തൊക്കെയുണ്ടെന്നേ. കണ്ടോ, കറക്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ പാക്കേജിനകത്ത് ഉണ്ടായിരുന്നത്. 13 ടൈപ്സ് ഓഫ് ബ്രഷസ് ഉണ്ട്. നോക്കിയാൽ 13 നമ്പേഴ്സ് ഉണ്ട്. അതൊന്നും മിസ്സായിട്ടൊന്നുമില്ല. എനിക്കിപ്പോൾ കാണുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇതാ ഇവിടെ കണ്ടോ, കുറച്ചിങ്ങനെ മുകളിലോട്ടേക്കിങ്ങനെ പൊങ്ങി അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് തോന്നുന്നത്. പക്ഷെ ഈ പ്രൈസിന് ഇത് വർത്ത് ആണെന്നാണ് എനിക്ക് ഫസ്റ്റ് റിവ്യൂ അല്ലല്ലോ, ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ തോന്നിയത്. നമുക്കിനി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. കൊള്ളാല്ലേ, പണ്ടത്തെ എന്തോ മറ്റേ വിഷറൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫേസിന് പ്രെപ്പ് ചെയ്യാനായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യുന്നത് ലാക്മേയുടെ പീച്ച് മിൽക്കിന്റെ മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ നമ്മൾ ഒരുപാട് വാരൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊരു ബേസ് പ്രൊവൈഡ് ചെയ്യാനാണ് മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ആ ഒരു ബേസിന് വേണ്ടിയിട്ടുള്ളത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓവറായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ ഈ മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ വേറെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബാക്കി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഈ ഫൗണ്ടേഷൻ, കൺസീലർ പോലുള്ള പ്രൊഡക്ട്സ്, അപ്പോൾ അതൊന്നും നമ്മുടെ സ്കിന്നിലോട്ട് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ നേരത്ത് ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നതായിട്ടും ഇടയ്ക്ക് ഇപ്പോൾ വേറെ സൈഡിലോട്ട് നോക്കുന്നതായിട്ടും തോന്നും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ എൻ്റെ നേരെ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ എനിക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് നോക്കണം. അതുകൊണ്ട് ആ സംഭവം നിങ്ങളൊന്ന് പ്ലീസ് ഡോണ്ട് മൈൻഡ്. അങ്ങനെ പിന്നെ അപ്പോൾ അതേപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. കഴുത്തിലോട്ടും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താലും അത് കഴുത്തിലോട്ടും കൂടെ അപ്ലൈ ചെയ്യണം. ഇപ്പം നമ്മുടെ ബേസ് സെറ്റായി. ഇനി നമുക്ക് ബ്രഷ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഞാനൊരു കളർ കറക്റ്റർ അപ്ലൈ ചെയ്യുവാണ്. ഇത് പക്ഷെ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ്. കുറച്ചേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ചോട്ടോ, ഞാൻ വളരെ കുറച്ച് അപ്ലൈ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മളിത് ബ്രഷ് ടെസ്റ്റിംഗ് വീഡിയോ ആണല്ലോ, എനിക്കിത് കഴിഞ്ഞിട്ട് എവിടെയും പോകാനും ഇല്ല. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നമ്മൾ കൺസീലറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ബ്രഷ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കൺസീലറായിട്ട് എടുത്തിരിക്കുന്നത് മിലാപ്പിൻ്റെ കൺസീലറാണ്. ഇത് 07 കാരമൽ എന്നുള്ള ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ള കൂടുതൽ പേർക്കും ചേരുന്ന ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ കാരമൽ ഷെയ്ഡ് ആയിരിക്കും തോന്നുന്നു, കൂടുതൽ പേർക്കും കേട്ടോ, എല്ലാവർക്കും അല്ല. ഇത് ചെയ്യാനുള്ള എളുപ്പത്തിന് മുടി കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇതാ കണ്ടോ, ഇവിടെ ഇത്രയും ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ബ്രഷാണ് കൺസീലർ ബ്രഷ് എന്നാണ് ഇവർ പറയുന്നത്. ഞാനിപ്പം ഇവരുടെ ഒരു സൈറ്റിൽ തന്നെയുള്ളൊരു ഫോട്ടോയാണ് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചേക്കാം. അപ്പോൾ ഈ ഫോട്ടോയിൽ പറയുന്ന പോലെയാണ് ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ബ്രഷാണ് കൺസീലർ ബ്രഷ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ,
ബ്ലെൻഡ് ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് മറ്റേ ഒരു ഞാൻ ഇത്ര നാളെ കൺസീലർ കൈ വെച്ചാണ് ബ്ലെൻഡ് ആക്കിക്കൊണ്ടിരുന്നത്. ഇതൊരു എന്തോ ഒരു വ്യത്യാസമായിട്ടുണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും. ബ്ലെൻഡ് ആവുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അല്ലാത്ത ബ്രഷായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രഷ് നമ്മുടെ ഈ ഒരു ഏരിയ ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇവിടെയും കൂടെ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെയും ഈ സൈഡ് മൊത്തം ചെയ്തിട്ടുണ്ട്. ഇവിടെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഹൈഡ് ചെയ്യാനായിട്ട് എടുക്കാൻ നേരത്തെ യൂസ് ചെയ്യാം. ഇതിനൊരു റേറ്റിംഗ് ഒരു 6/10 കൊടുത്തിട്ടുണ്ടേ. അപ്പം നമുക്കിനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ ബ്രഷായിട്ട് ഇവർ കാണിച്ചിരിക്കുന്നതും ഈ ഒരു ബ്രഷാണ്. അതായത് ഈ ബ്രഷാണ് ഫൗണ്ടേഷൻ ബ്രഷ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന എല്ലാ ഫൗണ്ടേഷൻ ബ്രഷും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഫ്ലാറ്റാണ്. കണ്ടോ? സാധാരണ ഫൗണ്ടേഷൻ ബ്രഷ് ഇങ്ങനെ ബുഷി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഫ്ലാറ്റാണ്. പക്ഷേ ഇത് വെച്ചിട്ട് ബാക്കിയുള്ള നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള ബ്രഷൊക്കെ നോക്കുമ്പോൾ കണ്ടോ അത് കുറച്ചും കൂടെ റൗണ്ടാണ്. ഇപ്പം നമ്മുടെ ലൂസ് പൗഡർ ബ്രഷ് ആയാലും ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന ബ്രഷ് ആയാലും അതൊക്കെ കുറച്ചും കൂടെ നല്ല റൗണ്ട് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഈ ഫൗണ്ടേഷൻ ബ്രഷ് കുറച്ച് ഫ്ലാറ്റ് ആണ്. അത് മാത്രമല്ല എനിക്ക് ഈ സെറ്റ് ഓഫ് ബ്രഷിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്കൊരു ഇതായിട്ട് തോന്നിയത് ഈ ഫൗണ്ടേഷൻ ബ്രഷാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മേഡ് 9 to 5 പ്രൈമർ പ്ലസ് മാറ്റ് പെർഫെക്റ്റ് കവർ ഫൗണ്ടേഷൻ ആണ്. ഇതിൻ്റെ വോം കാരമൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ്ലി മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് റബ്ബ് ചെയ്യാൻ നേരത്തെ ഇത് സംഭവിക്കുന്നത് വെച്ചാൽ കുറച്ചൊന്ന് ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലോണം ബ്ലെൻഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ബ്രഷ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യാൻ പോവാണ്. ബ്ലെൻഡ് ആവുന്നുണ്ട് അത്യാവശ്യം. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഈ ഒരു ഇത് മറ്റേതിനേക്കാളും കുറച്ചുകൂടി ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് കാരണം ബ്ലെൻഡ് ആവത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ബ്ലെൻഡ് ആവുന്നുണ്ട്. നമ്മൾ എപ്പോഴത്തെ ഇങ്ങനെ തേക്കുമല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ നേരത്ത്. ഞാൻ പകുതി ചെയ്തിട്ട് ഈ സൈഡും കൂടെ ഡിഫറൻസ് കാണിച്ചു തരാം. നോക്കിയേ, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ബ്ലെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നോക്കൂ. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ലുക്ക് കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബിഗിനേഴ്സിനപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു ബ്രഷ് പേഴ്സൺ അല്ല. ഞാൻ ബ്രഷസിനേക്കാളും കൂടുതൽ ഞാൻ കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി എനിക്കിത് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സൈഡും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ലുക്ക്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ വീണ്ടും ഇടാൻ പോകുന്ന കൺസീലർ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ. നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ കണ്ണിന് താഴേക്ക് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് ഈ ബ്രഷ് കൊണ്ട് തന്നെയാണ്. എനിക്കാകാം ഇതിൽ നോക്കി ചെയ്യുന്നതിനേക്കാളും എനിക്കിതാ ഇവിടെ നോക്കി ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ അറിയാൻ പറ്റുന്നത്. പക്ഷെ ഈ ഒരു ബ്രഷിൽ ഞാൻ വലിയ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇനി ചിലപ്പോൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ എന്താണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിന്, ഒരു ബിഗിനേഴ്സിനൊക്കെ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് വേർത്ത് തന്നെയാണ്. ഈ ബ്രഷിനെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ. ഈ കൈ കൊണ്ട് അല്ലെങ്കിലും കൺസീലർ പൊതുവെ എനിക്ക് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. ഞാൻ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. ഈ ബ്രഷിൽ വലിയ ഇതില്ല. അടുത്ത ബ്രഷ് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാം. പൗഡർ അപ്ലൈ ചെയ്യാൻ ഈ ഒരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മെയ്ബിലിൻ്റെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഷെയ്ഡല്ല, കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കിത് ഫേസിൽ ഇങ്ങനെ
പോകുമ്പം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അല്ലാതെ ഇപ്പം അതിന് വേറെ കുഴപ്പമൊന്നും തോന്നുന്നില്ല. മീൻസ് റഫായിട്ടോ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ വരുന്നതായിട്ടോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ലൂസ് പൗഡർ അപ്ലൈ ചെയ്യാം. ലൂസ് പൗഡറിനായിട്ട് ദാണ്ട് ഈ ഒരു ബ്രഷാണ് സ്ലാൻഡിങ് ആയിട്ടുള്ള ബ്രഷാണ്. ഇവിടെ ഫോട്ടോ കാണിച്ചേക്കാം. അപ്പോൾ ആ ഫോട്ടോയിൽ കണ്ട മനസ്സിലാവും ഇങ്ങനെ ഒരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഇത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇട്ടേക്കുന്നില്ല, ബ്ലെൻഡ് ചെയ്തങ്ങ് പോവാം. കൊള്ളാം, സൂപ്പർ. ഞാൻ ഇതും ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ കൊള്ളാം കേട്ടോ. കൊള്ളാം, സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മള് ഭയങ്കര പ്രൊഫഷണൽ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ തള്ളി മറിച്ച് വെക്കുന്നില്ലെങ്കിലും നമുക്കിപ്പം എന്താ ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ല അടിപൊളി ഫിനിഷ് തരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഈ വലിയ ബ്രഷൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ ബ്രഷ് ഞാൻ ആകപ്പാടെ ആ കൺസീലർ ബ്രഷ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്കൊരു അതിനൊരു ഇതുണ്ട്. പക്ഷെ ബാക്കി ട്രൈ ചെയ്തേക്കുന്ന ബ്രഷസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ, എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് കോണ്ടൂറിങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോണ്ടൂർ ബ്രഷും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ കോണ്ടൂർ ആയിട്ട് യൂസ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ലിപ്സ്റ്റിക്കാണ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലിപ്സ്റ്റിക്കാണ് കുറച്ചും കൂടി ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ പറയും ബിഗിനേഴ്സ് ഈ ഒരു സംഭവം മസ്റ്റ് ബൈ ആണ് ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ. കാരണം എനിക്ക് കോണ്ടൂറും സാധാരണ എനിക്ക് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത്ര അടിപൊളി ആവാറില്ല. കാരണം പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അടിപൊളിയാവാറില്ല. ബട്ട് ഇത് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ബൈ ആണ്, അത് ഞാൻ പറയും. ഈ സൈഡും നോക്കിയേ, ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ഡിഫറൻസ് അല്ല, നമ്മളിവിടെ ബ്രഷിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്, എന്നാലും അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആയിട്ടാണ്. ഞാനിപ്പോൾ ഫുള്ളൊന്ന് കോണ്ടൂർ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ ഫുള്ള് കോണ്ടൂർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മൂക്കൊക്കെ കോണ്ടൂർ ചെയ്തു, നല്ല അടിപൊളിയായിട്ട് കോണ്ടൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ആ ഒരു ബ്രഷും അടിപൊളിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് നോക്കാം. ബ്ലഷിനായിട്ട് ഇവർ കൊടുത്തേക്കുന്ന ബ്രഷിന്റെ ഡിസൈൻ ഇവിടെ ഉള്ള ഒരു ബ്രഷിനും ഇല്ല, അതുകൊണ്ട് എനിക്കത് മനസ്സിലായിട്ടില്ല ഇവർ ഏത് ബ്രഷാണ് ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ അത് ബാക്കിയെല്ലാം യൂസ് ചെയ്തിട്ട് ബാക്കി വന്നിരിക്കുന്ന ഒരു ബ്രഷുണ്ട്, ആ ഒരു ബ്രഷ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും ഞാനത് എക്സ്പ്രഷൻ ഇടുന്നതല്ല, ശരിക്കും ഞാൻ സർപ്രൈസ് ആയി നോക്ക്. അപ്പൊ ബ്ലഷിന്റെ കാര്യത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. നോക്കൂ, രണ്ട് സൈഡ് നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് അത് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഐബ്രോസ് ഞാൻ ഓൾറെഡി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇങ്ങനൊരു ഐബ്രോന്റെ മാത്രമായിട്ടൊരു പെൻസിലുണ്ട്. സോ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് മറ്റേ ഇതില്ല, എന്ത് പറയണേ, പാലറ്റ് ഇല്ല. അപ്പോൾ അതിൽ വെച്ച് ചെയ്യാനായിട്ട് അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ബ്രഷ് വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐബ്രോസ് ഓൾറെഡി ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഐ ഷാഡോ മേക്കപ്പിലോട്ട് പോവാം. ഓക്കെ, ഐ മേക്കപ്പിലോട്ട് പോവാം. ഈ ഒരു ബ്രഷ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് നമ്മളൊരു ലൈൻ കൊടുക്കാൻ പോവാണ്. ഇവിടെ വെച്ച് നോക്കി ചെയ്താൽ ശരിയാവത്തില്ല, ഞാൻ ഇതിൽ നോക്കി തന്നെ ചെയ്യാം. ഓക്കെ,
നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഐ മേക്കപ്പ് കറക്റ്റ് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നോക്കൂ. ഇനി നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാം. നമ്മുടെ മുകളിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ബ്ലെൻഡിങ് ബ്രഷാണ് കേട്ടോ. ഓക്കെ, ഈ ബ്ലെൻഡിങ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ബ്ലെൻഡ് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷെയ്ഡ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എടുത്തറിയാൻ പറ്റുന്ന പോലത്തെ ഷെയ്ഡ്സ് അല്ല, മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്നാലും മാക്സിമം പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് ഇവിടുന്ന് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് ഇവിടുന്ന് കൊടുത്തു നോക്കാം. ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇതിനെ കൊടുത്തു നോക്കാം. ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സ്മഡ്ജ് ചെയ്ത് നോക്കാവേ. ഇനി നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് നോക്കാം. നമ്മളെപ്പോഴും ഐബ്രോ പെൻസിൽ നമ്മളെപ്പോഴും ഈ ഒരു ഐ മേക്കപ്പ് ചെയ്യാൻ നേരത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പ്രഷർ കൊടുക്കരുത്. കുറച്ചും കൂടെ നമ്മൾ താഴോട്ട് പിടിച്ചു വേണം ചെയ്യാനായിട്ട്. നമുക്ക് കുറച്ച് കൺട്രോൾ ഉള്ള ഒരു പോയിന്റിൽ, എന്നാൽ ഒരുപാട് പ്രഷർ കൊടുക്കാത്ത രീതിയിലാണ് ചെയ്യാനായിട്ട്. കണ്ടോ, അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേനെ കൊടുക്കാവേ. അപ്പം ഞാൻ ഇത് ലൈൻ മാത്രമേ കൊടുത്തുള്ളൂ. ഇതാണ് ശരിക്കും ഐബ്രോ കയറി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഐ മേക്കപ്പിന്റെ ബ്രഷ് എന്ന് പറയുന്നത് ഇതാണെന്നാണ് പറയുന്നത്, ഐ ഷാഡോ ബ്രഷ്. നമുക്ക് ഇത് വെച്ചിട്ടൊരു ഗോൾഡ് ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ, ഗോൾഡിന്റെ ഷെയ്ഡ് കൊടുത്ത് നോക്കാം. നമ്മുടെ കണ്ണിന്റെ ഇപ്പോഴത്തെ ലുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇന്നർ കോർണറിൽ നിന്ന് ഒരു കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു നോക്കാവേ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊടുക്കാൻ പറ്റുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഡെഫിനിഷൻ വരുന്നുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് വരുന്നുണ്ട്. നല്ല സോഫ്റ്റുമാണ് ബ്രഷസ് ഒക്കെ. ഇതും നമ്മുടെ ഇന്നർ കോർണറിലൊക്കെ ആ ഒരു കോർണർ സ്മഡ്ജ് ചെയ്യുന്നൊരു ബ്രഷാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അടിപൊളി. അപ്പം നമുക്ക് ഐ മേക്കപ്പ് മാത്രം ഒരു എടുത്ത് നിൽക്കുന്ന പോലെ ഇല്ലേ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഞാൻ നോക്കിയിട്ട് നല്ല ഒരു എടുത്ത് നിൽക്കുന്ന പോലെ ഉണ്ട്. ഈ കണ്ണും കൂടെ കണ്ടോ, ഡിഫറൻസ് ഉണ്ടോ? ഞാനിപ്പം ഐലൈനറും ബാക്കി സംഭവങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ എന്നാലും ഞാൻ 2 കണ്ണടച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഐഷാഡോ എന്തായാലും ഈ ഒരു സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്കിന്നൊരു ഐഷാഡോ പാലറ്റിൻ്റെ ഒരു റിവ്യൂ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനിത് ഇപ്പോൾ തന്നെ വൈപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് അതും കൂടെ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തിനാ വെറുതെ ഈ ഒരു സൈഡിലും കൂടെ ചെയ്ത് കളയെന്ന് വെച്ചിട്ടാണ് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നേരത്തെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പം ഓവറോൾ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റേറ്റിംഗ് കൊടുക്കാനാണെങ്കിൽ ഞാൻ ഈ ബ്രഷ് സെറ്റിന് എല്ലാത്തിനും കൂടെ ഒരു 9 out of 10 എന്തായാലും കൊടുക്കും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഈ ഒരു കൺസീലറിൻ്റെ ഒരു ബ്രഷ് ഒഴിച്ച് അതെന്തോ ഒരു മിസ്മാച്ച് ആയിട്ട് തോന്നി, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതൊഴിച്ച് ബാക്കി എല്ലാ ബ്രഷും, പ്രത്യേകിച്ച് താണ്ട് ഈ 4 ബ്രഷ് മുത്ത് എന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് അടിപൊളി. അത് തരുന്നൊരു ഫിനിഷ് നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാ സൈഡിൽ നിന്ന് നോക്ക്. കണ്ട നമ്മൾ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സും നമുക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു. സൂപ്പർ ആയിട്ടുള്ളൊരു ഫിനിഷാണ് തരുന്നത്. അപ്പം നല്ലൊരു ഫിനിഷാണ് തരുന്നത്. മാത്രം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്രിസിൽസ് ആണ്. എനിക്ക് ഒരു ഡ്രോബാക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ബ്രിസിൽസ് ഇങ്ങനെ ഇളകി പോകുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതിൻ്റെ ഫിനിഷ് ആയാലും ഇതിൻ്റെ ടെക്സ്ചർ ആയാലും ഇതിൻ്റെ പ്രൈസിന് ഇത് നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവരെല്ലാവരും പോയി ചെക്ക് ചെയ്യുക.
ബിഗിനേഴ്സിന്, എൻ്റെ ഒപ്പീനിയനിൽ ബിഗിനേഴ്സിന് പെർഫെക്റ്റ് ആയിട്ടൊരു വർത്തി ആയിട്ടുള്ളൊരു പർച്ചേസ് തന്നെ ആയിരിക്കും. സോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കുറിച്ചുള്ള എല്ലാ ഒപ്പീനിയൻസും ഈ വീഡിയോയുടെ താഴെ വന്നൊന്ന് കമന്റും കൂടെ ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് ആണ് കാണാൻ ആഗ്രഹം എന്നുള്ളതും എൻ്റെ ചാനലിന്റെ താഴെ വന്നൊന്ന് കമന്റും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.